നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയം ഒരു ബാലികേറ മലയായിട്ട് കണക്കാക്കുന്ന ധാരാളം ആളുകളുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്ത്യൻ പോളിറ്റി എന്ന പേരിൽ UPSC, SSC, RRB, PSC മുതലായ പരീക്ഷകൾക്ക് കൂടുതൽ മാർക്ക് ചോദിക്കുന്നൊരു മേഖലയാണ് നമ്മളീ പറഞ്ഞ മേഖലകൾ. ഈ മേഖല പഠിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നിയമപഠനം നടത്തിയുള്ള ആളുകൾക്ക് മാത്രമേ അനായാസം സാധ്യമാവുകയുള്ളൂ എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെയും വിശ്വാസം. മുൻപ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള മേഖല പഠിച്ചെടുക്കാനായിട്ട് താല്പര്യം ധാരാളം ആളുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു. ആർട്ടിക്കിളുകളുടെ എണ്ണം, ഏതെല്ലാം ആർട്ടിക്കിളുകൾ എന്തിനെക്കുറിച്ച് പറയുന്നു എന്ന്, ഏതൊക്കെ പട്ടികകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന്, ഓരോ ഭാഗങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടൻറ്റുകളൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്നൊക്കെ മാത്രം അറിഞ്ഞാൽ ഭരണഘടന എന്ന് പറയുന്ന വിഷയം അവിടെ കൊണ്ട് കഴിയുമായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലനാരിഴ കീറി നമ്മൾ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ചോദിക്കുന്ന പരീക്ഷകൾക്ക് വ്യക്തമായിട്ട് ഉത്തരം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന പകുതിയിലധികം വരുന്ന ആളുകളും എന്താണ്, ഭരണഘടന എന്ന് പറയുന്ന മേഖല ഒരു ബാലികേറ മലയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബാലികേറ മലയായിട്ട് ഭരണഘടനയെ കണക്കാക്കുന്ന ആളുകൾക്ക് ആ ബാലികേറ മല ഒന്ന് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം നന്നായിട്ട് പഠിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയം നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ആധികാരികമായ പുസ്തകം ഏതാണ്? മത്സര പരീക്ഷകൾക്ക് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള മേഖലയിൽ നിന്നും പൂർണ്ണമായ മാർക്ക് നേടിയെടുക്കുവാനായിട്ട് ഏറ്റവും ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണ് എന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു പേരുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഈ പുസ്തകം, ഇന്ത്യൻ പോളിറ്റി ബൈ M. ലക്ഷ്മികാന്ത് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അവിടെ ഇന്ത്യൻ പോളിറ്റി ബൈ M. ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം നമ്മൾ മേടിച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്നാണ് എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ കയ്യിലും ഈ പുസ്തകമുണ്ട്. ചിലപ്പോൾ എല്ലാവരും കുറച്ച് വായിച്ച് കാണും, ചിലപ്പോൾ കുറേ പേരെങ്കിലും ഒരു തവണയെങ്കിലും വായിച്ച് കാണും. ഈ ഒരു പുസ്തകം ഒരു തവണ വായിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കേണ്ടുന്നത്. അതായത് ആദ്യം ഒരു റഫ് വായന നടത്തുക, കയ്യിലൊരു പേന നമ്മുടെ കൈവശം എടുക്കുക, എന്നിട്ട് ആദ്യ വായനയിൽ നമുക്ക് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. അതാണ് ആദ്യത്തേത്. രണ്ടാമത് ഈ ടോപ്പിക്ക് വായിക്കാൻ തരുന്ന മറ്റൊരു കളറിലെ പേന എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഏറ്റവും പരമപ്രധാനമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ആ രീതിയിൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ത് എന്ന് ചോദിച്ചാൽ 2 വായന നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2 വായന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് എന്താണ്, വളരെ കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ കുറവ് തന്നെയാണ്. കാരണം ഭരണഘടന എന്ന് പറഞ്ഞ മേഖല നമ്മൾ വായിക്കും തോറും കൂടുതൽ അറിവ് നമുക്ക് നൽകുന്നൊരു മേഖലയാണ്. വ്യാഖ്യാനങ്ങൾ കൂടുതൽ വേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വ്യാഖ്യാനങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ട് ചിന്തിച്ച് കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ചിന്തിച്ച് കണ്ടെത്തി വ്യാഖ്യാനങ്ങൾ കൂടി മനസ്സിലാക്കി പോകുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളിലെങ്കിലും സംശയങ്ങളുണ്ടാകും. അത് നമുക്ക് ഡിക്ഷണറി നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ എളുപ്പം എന്ന് വെച്ചാൽ ഈ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു മലയാളം പതിപ്പ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മലയാളം പതിപ്പ് എന്താണ്? ഡോക്ടർ M.E. പൈലി വർഷങ്ങളായിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ എഡിഷനിൽ പോയിട്ടുള്ളതുമാണ്. അപ്പോൾ ഡോക്ടർ M.E. പൈലിയുടെ മലയാളം പതിപ്പ് നമുക്ക് അതിന് ഉപകാരപ്പെടുത്താവുന്ന സാധനമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മലയാളവും ഇംഗ്ലീഷിൻ്റെയുമായിട്ടുള്ള ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിൽ എന്തായിരിക്കാം, ഭരണഘടന നമുക്ക് വളരെ അനായാസം ഈസി ആയിട്ട് സംശയങ്ങളുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇത് വായിച്ച് പിടിച്ച് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് നാളുകൾ പിടിക്കും. അപ്പോൾ അതിനെന്താണ് പോംവഴി? നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കുറഞ്ഞ സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത്, കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ നേട്ടമുണ്ടാക്കുക, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ കൂടുതൽ സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേട്ടം ഒരാളും ആഗ്രഹിക്കില്ല. സമയം വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യവും കൂടിയാണ്, പുസ്തകം വാങ്ങിച്ചു വയ്ക്കാമെന്നേ ഉള്ളൂ, പക്ഷേ വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയുക നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി അത് വ്യാഖ്യാനിച്ച് അതിനകത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഭരണഘടനയിൽ നിന്ന് മാർക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 2 പുസ്തകങ്ങൾ, ഈ പുസ്തകമാണ് പ്രധാനമായിട്ടും ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്നുള്ള പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാസീസ് അക്കാഡമി ഈ പറയുന്ന രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞ ഇന്ത്യൻ പോളിറ്റിയുടെ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഭാസീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക
ലേബലിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന ഒരു പ്ലേലിസ്റ്റിൽ അതിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം പ്രയാസമായിട്ട് കണക്കാക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ മേഖലയിൽ നിന്നും മത്സര പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടുകൂടി ഇന്ത്യൻ ഭരണഘടന പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊരു ശ്രമം നടത്താൽ മതിയാവും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വിഷയം പഠിച്ചു മാറുവാനായിട്ട് സാധിക്കുന്നതാണ്. അവൾ പരീക്ഷ എഴുതുന്ന പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഊഷ്മളമായ വിജയാശംസകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.